ഫ്ലവേഴ്സിൽ ഇപ്പം എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പം ഈ ഷൂട്ടില്ലേ, ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ അബദ്ധങ്ങൾ പറ്റിയതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല. സാറിനെ പോയി കണ്ടാൽ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശ്രീകണ്ഠൻ സാറൊക്കെ ഇട്ടൊക്കെ അത്രയ്ക്കും എന്നെയൊക്കെ സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്തൊക്കെ ഒരു മോനെ പോലെ മാഡമാണെങ്കിലും വിളിച്ച എന്നിട്ട് ഞാൻ പോയി ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞ എന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. നമ്മൾ അത്ര വലിയൊരു ഇതല്ലേ, ഇനിയിപ്പോൾ അതും എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ലേ. അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സാറ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേക്കണേ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഈ അനൂപ് സാറും മറ്റേ ശ്രീകണ്ഠൻ സാറൊക്കെ വിളിച്ചാൽ നമ്മുടെ അരിയല്ലേ. തന്നെയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. അതിൽ നിന്നുകൊണ്ട് ആണ് നമ്മളിവിടെ വരെ എത്തിയത്. തിരിച്ചു വിളിച്ചാൽ സന്തോഷമായിട്ട് പോകും. കാരണം എന്നെ വേറെ പല പരിപാടിയും പല സംഭവം, ചെറിയ സിനിമകൾ ചെറിയ വേഷമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അനൂപ് സാർ ഇങ്ങനെ പറയും, അടിവാലി നിങ്ങളിങ്ങനെ അവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴൊരു കോംബോയാണ് ഇതിൻ്റെ ഒരു വർക്കൗട്ടിങ്, അതിൻ്റെ ഒരു സക്സസ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഞാനപ്പോൾ അന്ന് അത് വിട്ടിട്ട് നമ്മൾ പ്രോഗ്രാം വന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതെനിക്ക്. ഇപ്പം നമുക്കിപ്പോൾ അവരെ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഉണ്ടായ എല്ലാ സൗഭാഗ്യങ്ങളും ആൾക്കാർ ഭയങ്കരമായിട്ട് തിരിച്ചറിയലും ഭയങ്കരമായിട്ട് അതൊരു സംഭവത്തിലാണ് ഓൾറെഡി. അല്ല, എന്തെങ്കിലും ദൈവം ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. അതിലിങ്ങനെ നിൽക്കണം. തൽക്കാലം ഇവിടെ അമൃത ചാനലിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, അതിപ്പം അത് എറണാകുളത്ത് അതിൻ്റെ ഫ്ലോറ് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ അനൂജ് എന്നാണ് പിള്ളേർ. അത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വരാൻ പറഞ്ഞിട്ട്. അല്ല, ഞാനത് സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുവാണെങ്കിൽ നമ്മളതിൽ പോവും. അല്ലാതെ നമ്മൾക്ക് ഇതുവരെ ആരോടും പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. ചില ഈഗോയിൽ ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരിതുണ്ടല്ലോ, ഒരു വാശികൾ. ചിലപ്പോൾ അവർ തമ്മിൽ ഒന്നിച്ചെന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതാ പറഞ്ഞാൽ നമുക്ക് ജയിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാറേ, ഈ ഈഗോ പ്രശ്നങ്ങളൊക്കെ വരും. അതിന് പണം എവിടെയാണ് സാറേ വന്നത്? കുഴപ്പമില്ല, നമ്മൾ ജീവിച്ച് പോകുന്നുണ്ട്, കടം കാര്യങ്ങളൊന്നും ഇല്ലാതെ. സ്റ്റാർ മാജിക്കിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു എമൗണ്ട് ഇത്രയും നാളും അത് വന്നതാണ്. അത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്ത് ഇവിടം വരെയുള്ള ജീവിതത്തിൽ ഞാൻ അല്ലലില്ല, ഒരു സാമ്പത്തിക ബാധ്യത ഇതുവരെ ഇല്ല. അത് ജീവിച്ചത് സ്റ്റാർ മാജിക്കിലെ പൈസ കൊണ്ട് മാത്രം. അതിപ്പോൾ നമ്മൾ ചുമ്മാ പറയണമല്ല, സത്യസന്ധമായ കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.